പിണറായി മന്ത്രിസഭയിലെ പുതിയ മന്ത്രിയായി ഒ.ആർ. കേളു അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. രാജ്ഭവനിൽ ക്ഷണിക്കപ്പെട്ട 500 പേരെയാണ് പ്രവേശിപ്പിക്കുന്നത്. വിവരങ്ങൾ ഡി ബിനോയ് നൽകും. ബിനോയ്, അദ്ദേഹം നേരത്തെ ബിനോയുമായി സംസാരിച്ചിരുന്നു. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ഒ.ആർ. കേളു? മുൻമന്ത്രി കെ രാധാകൃഷ്ണന്റെ പിൻഗാമിയായി എത്തുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. മാത്രവുമല്ല, വയനാട്ടിൽ നിൽക്കുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. തന്റേതായ താൻ പ്രതിനിധാനം ചെയ്യുന്ന ആദിവാസി മേഖലയുടെ ഉയർച്ച, ഒപ്പം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഉയർച്ച, ഇത്തരം കാര്യങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുമെന്നാണ് അദ്ദേഹം നമ്മളോട് രാവിലെ പങ്കുവച്ചതും. ഒപ്പം തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ വന്യമൃഗങ്ങളുടെ ശല്യമാണ്. വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകൾ, പ്രത്യേകിച്ചും ആദിവാസികൾക്കും പട്ടികജാതി പട്ടിക വിഭാഗത്തൊക്കെ നേരിടുന്നത് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതിന് കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഒരു പുതിയ നയം വേണം. ആ നിയമം ഭേദഗതി ആവശ്യമാണ്. അത്തരത്തിലൊരു ഭേദഗതിക്ക് വേണ്ടി തന്റെ ശ്രമം തുടരും എന്നും അദ്ദേഹം പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല. 4 മണിക്കാണ് തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും 4 മണിയോടുകൂടി തന്നെ തുടങ്ങും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അതേസമയം ക്ഷണിക്കപ്പെട്ട ആളുകൾ മാത്രം ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. മന്ത്രിമാരിൽ കുറച്ചുപേർ മാത്രം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ MLA മാർ ഉൾപ്പെടെയുള്ള സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. രാജ്ഭവനിലെ ചെറിയൊരു ഹാൾ ആണ് ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലബീഷ്. ശരി ബിനോയ്, എന്തായാലും സത്യപ്രതിജ്ഞ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ആ വാർത്തയിലേക്ക് നമുക്ക് തിരിച്ചെത്താം.